നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ സുപർണാവിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. സുബുവിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇന്നൊരു ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുത്തു. സർപ്രൈസ് കൊടുക്കാൻ പോയി, അവസാനം ഞങ്ങൾ സർപ്രൈസ് ആയി, പിന്നെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുത്തു. അങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വന്നാലോ. അവള് വീട്ടിലില്ല, അവളുടെ വീട്ടിൽ നിൽക്കും. ഞങ്ങള് ശശിയായി പോയി, അവള് വീട്ടേക്ക് പോയി. ഞങ്ങള് ഗിഫ്റ്റും കൊണ്ടതാ ഇവിടെ ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണം ഒരു വീഡിയോയില്ല. വാട്ട് ഡു വി ഡു റൈറ്റ് നൗ? നമുക്കിനി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. ഉച്ചയ്ക്ക് ചിലപ്പോൾ അവള് വരുമെന്ന് പറയുന്നു. അപ്പം അതുവരെ വെയിറ്റ് ചെയ്യാൻ നോക്കാം. മകള് വീട്ടേക്ക് പോയി, ഞങ്ങൾ പോയി. ഒരു കാലത്ത് നേരത്തെ പോകാത്തവൾ ഇന്ന് മാത്രം നേരത്തെ പോയി. അത് ആ പ്രതീക്ഷയിലാണ് ഞങ്ങളും വന്നത്. ഇപ്പൊ ഞങ്ങളിത് ശശി പാലാരി വിട്ട് 10:10 സ്ഥലം വിട്ടു. സർപ്രൈസ് ചെയ്യാൻ വന്ന ഞങ്ങളിപ്പോ സർപ്രൈസ് ഡേറ്റോടെ നിപ്പുണ്ട്. അവള് പോവെന്ന് പറഞ്ഞ, എന്നാലും നേരത്തെ പോകത്തില്ലല്ലോ, സാധാരണ താമസിച്ചില്ല പോകുന്നത്. ഞങ്ങൾ അത് കണക്കാക്കി വന്നതാ. ഞങ്ങൾ 4 പേരും ഉണ്ട്. വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല. അവള് ഉച്ചക്ക് ചോറ് കൊണ്ടുപോയില്ല. ചോറ് കഴിക്കാൻ വരുവോ? കൊണ്ടുപോയിട്ടില്ലെങ്കിൽ വരും. അപ്പൊ ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കാം. അത്രേ നേരമോ? ഞങ്ങൾക്ക് ഒന്നും രക്ഷയല്ല. സുബർണയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ത്യാഗം ചെയ്യും. അവള് കാണാതിരിക്കാൻ വേണ്ടി ചെരുപ്പൊക്കെ കൊണ്ട് ഞങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലം കണ്ടു. വണ്ടി വല്ലതും കൊണ്ട് വെക്കുമ്പോ കാണുമോ ഇനി? അവിടെ ആ വണ്ടി വെക്കുന്നത് ചെറുക്കൻ നമ്മളെ കണ്ടിട്ട് കിടന്ന് ഒടുക്കത്തെ കൊര കേട്ടോ. ഇതാണ് അവളുടെ റൂമിന്റെ കോലത്ത്. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അല്ലേ പറഞ്ഞ? ഇവിടെ നമ്മളിപ്പം ഒരുക്കാനുള്ള പ്ലാനിങ്. ജനശ്രീയും സ്നേഹയും കൂടെ ഐറ്റംസ് എല്ലാം എടുത്തോണ്ട് വരും. അപ്പം നമുക്ക് റെഡി ആയിട്ട് കാണാം. കൊടുങ്കാറ്റും പേമാരിയും വരുന്ന സുഹൃത്തുക്കളെ, അവളുടെ ബർത്ത്ഡേക്ക് ഇന്ന് കൊടുങ്കാറ്റും പേമാരി. അയ്യോ, പോയ 2 എവിടാന്നൊരു പിടുത്തം ഇല്ല. നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്താ എന്തോ കൊടുക്കും? പിന്നെ വീടിനകത്തില്ലേ, അവൾമാർ ഇവിടെ സേഫ് ആയിട്ട് എത്തിയാ മതി. ഒരടണങ്ങി വന്നാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല മഴയായിരുന്നു. ആ മഴ പെയ്തു. ഇപ്പൊ അവിടെ ഇങ്ങോട്ട് മഴ പെയ്യുന്നു. അടിപൊളി മഴ. വീടിക്കുള്ളത് നമ്മളേണ്ട മഴയും കണ്ടോണ്ട് ഇവിടെ ഇരിക്കുക. നല്ല രസമുണ്ട്. നല്ല രസം ഇവിടെ മഴ കാണാൻ. ഒരു പ്രകൃതി രമണീയതയിലോട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്കും ആ സൈഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മുളയൊക്കെ ഒന്ന് നല്ല രസം. വണ്ടി ഞങ്ങള് അപ്പുറത്തെ വീട്ടിലേക്ക് ഈ കുരുക്ക് കഴിക്കാൻ എന്തോ പാടാ. എന്ത് പണി ഇത്? നിങ്ങളൊന്നും തന്നാ ഞാൻ അതുപോലെ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്തോ. ഡെഡിക്കേഷൻ ലെവൽ. നമ്മളെല്ലാം DIY പരമാണ്. ഹോം മെയ്ഡ് DIY ആണല്ലേ ഹോം മെയ്ഡ് ഒന്ന്. അപ്പൊ നമ്മളിത് സെറ്റ് ചെയ്തട്ടോ. ഇതാട്ടോ ലുക്ക് വരുന്നത്. ഒരു പ്ലാനും ഇല്ലാതെ ഞങ്ങൾ വന്നതാ ഇത്രേ സെറ്റ് ചെയ്ത്. ഇനി ഞങ്ങളിതാ ഗിഫ്റ്റ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മള് ഗിഫ്റ്റ് എല്ലാം പുറത്തോട്ട് എടുത്തിട്ട് നമ്മള്. ഹലോ ആന്റി, അവള് ഉച്ചക്ക് വരുന്നില്ല, 4:30 പറഞ്ഞു. ഇൻഡയറക്ട്ലി ചോദിച്ചിട്ട്. ആണോ? ആന്റി പറഞ്ഞോ? സെറ്റ് ചെയ്യാ. ഞാനൊരു മിസ് കോള് കൊടുത്തായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ചോറ് കൊണ്ടുവന്നാന്ന് കേട്ടോ. പറഞ്ഞില്ല, ഞാൻ പോയി ഉണ്ടട്ട് തിരിച്ചു വരണം. അത് കാരണം അവൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവള് വരുത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് ഇങ്ങനെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കി അവള് വരുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവളുടെ അമ്മ വിളിച്ചു വെച്ചപ്പോ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. പാട്ട് വെക്കാം. Happy birthday to you. Happy
Happy birthday to you. Happy birthday dear Suvarna. Happy birthday to you. അപ്പൊ സന്തോഷ നോക്കാം കേട്ടോ. നിങ്ങൾ പുതിയ ഉടുപ്പൊക്കെ എടുത്തിട്ട് ഇതൊട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അയച്ചു നിന്റെ വീട്ടിലായിരിക്കും വെച്ചാ. അപ്പൊ നീ വീട്ടിലോട്ട് വിളിച്ചപ്പോ ഞാൻ അയച്ചു നിന്റെ വീട്ടിലായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു കാരണം എന്റെ വീട്ടിൽ വരാൻ സാധ്യത ഇല്ലല്ലോ. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവള് അതിനെ കൊണ്ട് പട്ടീനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞാൽ അവള് പോയത് തീർന്ന്. ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് അറിയാമോ? നീ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ ഞങ്ങള് കേറി വരുന്നു, നിനക്ക് ഗിഫ്റ്റ് തരുന്നു. അതായിരുന്നു ഈ ഗിഫ്റ്റ് തരികയെന്ന് മാത്രമായിരുന്നു. ഇവിടെ എന്തോ ദൈവകാല പ്ലാൻ ഇല്ലായിരുന്നു. അപ്പൊ നീ പോയി. പിന്നെ ഉച്ചയാകുമ്പോ വരുമെന്നാണ് അപ്പൊ ആ സമയം. പിന്നെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ലൈറ്റ് എല്ലാം എടുത്ത് ഈ സാധനം കൂടി ഇവിടെ വന്നിരുന്ന് ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം സ്പോട്ടാണ്. ഇപ്പൊ പോയി വാങ്ങിച്ച അവളന്മാര് കടയിൽ ഇതല്ല. ഓ ഇത് കൊള്ളാം. ഇത് കളയാൻ പറ്റൂ. കരച്ചിരിയപ്പോ വരുന്നില്ല. ആദ്യം വന്നപ്പോ വന്നായിരുന്നു. ജീവിതകാലം മുഴുവൻ ലക്കി ആവട്ടെ. ആ ലക്കാന്ന് തോന്നി ലക്ക്. പിന്നെ ഒരു ബന്ധം ലില്ലിയും കൂടെ കേറി വന്നു. ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുക്കു ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ കഴിക്കേ? തന്നില്ല. എല്ലാം പറ്റും. കൊച്ചിനോട് ബർത്ത്ഡേ കരി. പക്ഷെ ബർത്ത്ഡേ കരി നീട്ടി എല്ലാം നമ്മൾ സർപ്രൈസ് ആവുന്നില്ല. സർപ്രൈസ് ആവും. എല്ലാം കഴിഞ്ഞു, സർപ്രൈസും കഴിഞ്ഞു. ഇനി നമുക്ക് ഗിഫ്റ്റ് പൊട്ടിക്കാൻ ചാനൽ. പിന്നെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാരും വിചാരിക്കും എന്റെ ചാനലിനകത്തുണ്ടോ എല്ലാ ലോങ് വീഡിയോസും ബർത്ത്ഡേ വ്ളോഗാണ്. വേറൊരു വീഡിയോ എന്റെ ബർത്ത്ഡേ തൊട്ട് പിന്നെ എല്ലാത്തിന്റെ ബർത്ത്ഡേ വ്ളോഗ്. അടുത്ത ലോങ് വീഡിയോ അറുപത് ആയിരിക്കും കേട്ടോ. മെമ്മറീസിന് വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത്. You are very very special and precious to me in so many ways. Me too. കുറച്ചങ്ങോട്ട് തന്നതാണ്. എനിക്കൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഗീവ് യു ദിസ്. I like it. I like it very much. തുലിപ്പ് തരാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ എപ്പോഴും ആ ബുക്ക് തുറക്കുമ്പോ ഈ പേജ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. തുലിപ്പ് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു തുലിപ്പ് അല്ല. യഥാർത്ഥ തുലിപ്പിനെ കാട്ടി എന്തൊരു ഭംഗിയാ. അയ്യോ അയ്യോ മറ്റേ അയ്യോടാ. ഞാൻ എന്റെ കത്ത് നിറയുന്നത് ഇവിടെ വരച്ച് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് കറിയത്തില്ലെന്ന് പറഞ്ഞാണ് നമ്മള് കയറി
ഞങ്ങൾ അറിയിച്ചു. ഒരേ അടുത്ത് കഴിച്ചു നോക്കാൻ വയ്യായിരുന്നു. ടേസ്റ്റ് ലൈവായിട്ട് ടേസ്റ്റ് ആ മറുക കണ്ട ബാല് വരുത്തുന്നുണ്ട്. ബാല് വരുത്തുന്നേ ഇതാണ് പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്തുള്ള ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ്. ഒന്നും പറയണ്ട. ബാലു ഒരു കല്യാണം. അപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ടല്ലോ? എല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളി. നിങ്ങളുടെ എഫേർട്ട് എല്ലാം സുബർണാവിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ പറഞ്ഞാക്കി? എന്നാ പിന്നെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടോ? എന്താ തരാൻ പറ്റത്തില്ല അതെ. ശരി വേണ്ട സുബർണാവിക്ക് വേണ്ട. നമ്മള് കൊടുത്തത് സുബർണാവിക്ക് വേണ്ട. കാണാൻ ആഗ്രഹമുണ്ടോ? കാണാൻ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന കളറാണ് സുബർണാവി. അതെ ആക്ച്വലി ഞാനിത് എന്റെ ഫോൺ കേസ് ഓർഡർ ആക്കാൻ ഇരുന്നതാ. ഇത് ഈ സെയിം സംഭവം ഓർഡർ ആക്കിയില്ല. ഞാൻ വന്നപ്പോഴത്തേക്കിനും ഇത് ഇതായി പോയി. സ്റ്റോക്ക് അല്ല കാട്ടില് പോയത്. എന്റെ മോട്ടോ G54 ഞാൻ ഇത് തപ്പിയത് 34 ആയിരുന്നു. ഓർഡർ ആക്കിയിരുന്നെങ്കിൽ അത് പിന്നെ റിട്ടേൺ അടിക്കേണ്ടി വന്നു. പക്ഷെ G54 ഇത് ഇഷ്ടപ്പെട്ടു. കാണാൻ പോവാ. അടിപൊളി. ഫാമിലി പിക്ചർ ഇവരില്ല. ഫാമിലി നിങ്ങളുടെ വീട്ടിൽ ഇനി ആ ഹാളിൽ ഇതും കൂടെ വെക്കണം. ഇതിന്റെ ഒരു കുറവുണ്ടാവും. താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഫാമിലി പിക്ചർ വീട്ടിലില്ല, എനിക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഇമോഷണലാകും, എനിക്ക് ഇഷ്ടമെന്നൊക്കെ. അതിന്റെ ഇമോഷണൽ അത് ഓൾറെഡി മറ്റേവള് കണ്ടപ്പോഴത്തേക്ക് ഇമോഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കൊള്ളാൻ നല്ല രസമുണ്ട്. ആക്ച്വലി എന്റെ വീട്ടിൽ ഫാമിലി പിക്ചർ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തുവാ അച്ഛനുമായിട്ടുള്ള പിക്ചേഴ്സ് ഒന്നും ഇല്ല. വലുതായിട്ടില്ലല്ലോ. ഇത് എങ്ങനെയാ കിട്ടിയെന്നറിയാവോ? ഞങ്ങളുടെ കയ്യില് നിന്റെ ഫോണിൽ ഞങ്ങൾ എടുത്തതാ. നീ അറിയാതെടുത്തു. അതെ, മോഷ്ടിച്ചതാ. ഈ തമ്മേലും എടുക്കുക. ഇതെല്ലാം രാവിലെ എല്ലാം ഇങ്ങോട്ട് ഓടുവായിരുന്നു എല്ലാത്തിനും. രാവിലെ 10 മണിക്ക് ഞാനും അവനും ആ കടയിൽ പോയി നിന്ന് അവിടെ ഇരുത്തി ചെയ്തോണ്ടിരുന്നു. മറന്നുപോയി ചെയ്യാൻ. ഗായ്സ് അവിടെ ഉമ്മ കൊടുക്കലൊക്കെ